കോഴിക്കോട് പുറമേരി നാദാപുരം മേഖലയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിലായി. ചേലക്കാട് സ്വദേശി മുഹമ്മദ് അസ്ലം, പുറമേരി സ്വദേശി P ബഷീർ എന്നിവരാണ് പിടിയിലായത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, കഴിഞ്ഞ ദിവസം വന്നൊരു ദൃശ്യത്തിൽ ഒരു പോസ്റ്റിന് സമീപത്തേക്ക് ഈ മയക്കുമരുന്നിന്റെ പാക്കറ്റ് എറിയുന്നു. പിന്നീട് ആ പോസ്റ്റിന്റെയും ആ സ്ഥലത്തിന്റെയും ഫോട്ടോ എടുത്തത് വാട്സപ്പിൽ അയക്കുന്നു. അങ്ങനെ മയക്കുമരുന്നിന്റെ പല വിതരണ രീതികളെക്കുറിച്ചുമുള്ള വിവരങ്ങളൊക്കെ വടക്കൻ മേഖലയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ പിടിയിലായ ആളുകളെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്? ഇവർ സ്ഥിരം മയക്കുമരുന്ന് വിൽപ്പനക്കാരാണോ? രതീഷ്, നാദാപുരം പുറമേരി മേഖലകളിൽ മയക്കുമരുന്ന് വിൽപ്പന എത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് നേരത്തെ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ്. പലരും പിടിയിലായതാണ്. ഈ പ്രദേശത്തേക്ക് തന്നെ മയക്കുമരുന്ന് വിൽപ്പനക്കായി കൊണ്ടുവന്നവരെയാണ് ഇപ്പോൾ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചേലക്കാട് സ്വദേശി മോച്ചം വീട്ടിൽ മുഹമ്മദ് അസ്ലം, 24 വയസ്സാണ് അസ്ലമിനുള്ളത്. പുന്നക്കൽ P ബഷീർ, 37 വയസ്സ്. ഇവരെയാണ് വ്യത്യസ്ത കേസുകളിലായാണ് നാദാപുരം SI വിഷ്ണുവും DYSPയുടെ സ്ക്വാഡിലുള്ള സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഷബീറിൻ്റെ സ്കൂട്ടറിൽ നിന്ന് 6.25 ഗ്രാം MDMA-യും പിടികൂടിയിട്ടുണ്ട്. സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷബീർ നേരത്തെ ഈ മയക്കുമരുന്ന് വിൽപ്പന കേസിൽ അറസ്റ്റിലായിരുന്നു. ഒപ്പം തന്നെ ഈ മുഹമ്മദ് അസ്ലമിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 72 മില്ലിഗ്രാം MDMA-യാണ് പിടികൂടിയത്. പക്ഷേ ചെറിയ അളവാണെങ്കിൽ കൂടി ഈ അസ്ലം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ആളാണ്. വിൽപ്പനക്കായി എത്തിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 പേരെയുമാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേരെയും വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശത്ത് പലതവണ പലയിടങ്ങളിലായി മയക്കുമരുന്ന് വിൽപ്പന പ്രത്യേകിച്ചും MDMA വിൽപ്പന ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന സംഘം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ നേരത്തെയും അറസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 യുവാക്കളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രതീഷ്, MDMA എത്തിച്ച 2 പേരെയാണ് 2 കേസുകളിലായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്.